അമ്പലനടകളിൽ ദേവീദേവന്മാർക്ക് മാലയായി ചാർത്തുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ചുവപ്പും മഞ്ഞയും നിറങ്ങളുള്ള തെച്ചിപ്പൂക്കൾ മലയാളികളുടെ ഏത് പവിത്രമായ ചടങ്ങിനും ഒഴിച്ചു നിർത്താനാവാത്ത അലങ്കാരം. ഓണാഘോഷം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് കടക്കുന്ന 6ാം നാളായ അനിഴം പുലരുമ്പോൾ പൂക്കളത്തിൻ്റെ രാജസദസ്സിലേക്ക് ഐശ്വര്യത്തിൻ്റെ പ്രഭ പരത്തിക്കൊണ്ട് കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം തെച്ചിപ്പൂവാണ്, അതായത് തെറ്റിപ്പൂ. ക്ഷേത്രമുറ്റത്തെ പൂജാപാത്രങ്ങളിൽ നിന്ന് ഓണപ്പൂക്കളത്തിൻ്റെ മധ്യത്തിലേക്ക് തെച്ചിപ്പൂവെത്തുമ്പോൾ അത് മഹാബലി തമ്പുരാന് നൽകുന്ന രാജകീയ സ്വീകരണം എങ്ങനെയെന്നറിയാമോ? അനിഴം നാളും തെച്ചിപ്പൂവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധവും ഇതിനു പിന്നിലെ മനോഹരമായ ഐതിഹ്യവും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഓണത്തിൻ്റെ 5ാം നാളാണ് അനിഴം. 5ാം നാളിലെത്തുമ്പോൾ പൂക്കളത്തിൻ്റെ വലിപ്പം ഗണ്യമായി വർദ്ധിക്കുന്നു. അതുമാത്രമല്ല, പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയായുള്ള പള്ളിയോടങ്ങൾ നീറ്റിലിറക്കുന്നതും പരിശീലനങ്ങൾ ഊർജിതമാക്കുന്നതും അനിഴം നാളിലാണ്. ഈ ഊർജ്ജസ്വലമായ അനിഴം നാളിലെ പൂക്കളത്തിലെ താരം തെച്ചിപ്പൂവാണ്. മുൻ ദിവസങ്ങളിലെ തുമ്പയുടെ വെളുപ്പും മുക്കുറ്റിയുടെ മഞ്ഞയും കാക്കപ്പൂവിൻ്റെ നീലയും ചെമ്പരത്തിയുടെ ചുവപ്പും കഴിഞ്ഞ് പൂക്കളത്തിന് ഒരു രാജകീയ മംഗളകാന്തിയും പൂർണ്ണതയും നൽകുന്നത് കുലകുലയായി വിരിയുന്ന തെച്ചിപ്പൂക്കളാണ്. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിൽ ലഭ്യമായ തെച്ചിപ്പൂക്കൾ പൂക്കളത്തിൽ നിരത്തുമ്പോൾ പൂക്കളത്തിന് ഒരു പ്രത്യേക ഐശ്വര്യവും ആഭിജാത്യവും കൈവരുന്നു. തെച്ചിപ്പൂവിന് ഓണപ്പൂക്കളത്തിൽ ഈ പ്രത്യേക സ്ഥാനം ലഭിച്ചതിനു പിന്നിൽ പരമ്പരാഗതമായ ഒരു മനോഹര കഥയുണ്ട്. അസുരരാജാവാണെങ്കിലും പരമഭക്തനായ മഹാബലി തമ്പുരാൻ പ്രജകളെ കാണാൻ ഭൂമിയിലെത്തുമ്പോൾ ക്ഷേത്രങ്ങളിലും വീടുകളിലും ദേവീദേവന്മാർക്ക് അർച്ചനയ്ക്കായി വച്ചിരിക്കുന്ന തെച്ചിപ്പൂക്കൾ കണ്ടു. ദൈവികതയുടെയും പവിത്രതയുടെയും പ്രതീകമായാണ് തെറ്റിയെ ആളുകൾ കണ്ടിരുന്നത്. മഹാബലി തമ്പുരാൻ തെച്ചിപ്പൂവിനോട് ചോദിച്ചു, "നീ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ പുഷ്പമാണല്ലോ. എൻ്റെ വരവിൽ നീ എന്താണ് എനിക്ക് നൽകുന്നത്?" തെച്ചിപ്പൂവ് വിനയത്തോടെ പറഞ്ഞു, "പ്രഭോ, അങ്ങയുടെ ഭരണകാലം ധർമ്മത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലമായിരുന്നു. അങ്ങ് ദേവതുല്യനായ രാജാവാണ്. ഭഗവാൻ അർപ്പിക്കുന്ന അതേ പവിത്രതയോടും ഭക്തിയോടും കൂടെ അങ്ങയെ സ്വീകരിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ കുലകളെല്ലാം വിടർത്തി കാത്തു നിൽക്കുന്നു." തെച്ചിയുടെ ഈ ഭക്തിയും ആദരവും കണ്ട മഹാബലി തമ്പുരാൻ അനുഗ്രഹിച്ചു. "എൻ്റെ വരവിൻ്റെ 5ാം നാളായ അനിഴത്തിൽ ജനങ്ങളുടെ വീടുകളിൽ മംഗളവും ഐശ്വര്യവും നിറയ്ക്കുന്ന പ്രതീകമായി നീ അവരുടെ പൂക്കളത്തിന് രാജകീയ അലങ്കാരമായി മാറും." അങ്ങനെയാണ് അനിഴം നാളിൽ തെച്ചിപ്പൂവിന് പൂക്കളത്തിൽ അഭിഭാജ്യമായ സ്ഥാനം ലഭിച്ചത്. തെച്ചി കേവലം ഒരു പൂക്കളപ്പൂവ് മാത്രമല്ല, നമ്മുടെ പരമ്പരാഗത ആയുർവേദത്തിലെ സുപ്രധാന ഔഷധ സസ്യം കൂടെയാണ്. ശാസ്ത്രീയമായി ഇക്സോറ കോക്സീനിയ എന്ന് വിളിക്കപ്പെടുന്ന തെച്ചിയുടെ പൂവും വേരും ഇലയുമെല്ലാം ഔഷധ ഗുണങ്ങളുള്ളതാണ്. ചർമ്മരോഗങ്ങൾക്കും മുറിവുകൾ ഉണക്കുന്നതിനും ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നതിനും തെച്ചിപ്പൂവിട്ട് തിളപ്പിച്ച വെള്ളവും മരുന്നുകളും ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കേരളീയ ക്ഷേത്രങ്ങളിൽ പൂജകൾക്കും മാലകൾക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പൂക്കളിലൊന്നാണ് തെച്ചി. പ്രകൃതിയും ദൈവികതയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ് ഈ കൊച്ചുപൂവ്. ഏതൊരു മലയാളി കുട്ടിയുടെയും ബാല്യകാല ഓർമ്മകളിൽ തെച്ചിപ്പൂവിനൊരിടമുണ്ടാകും. വേലിക്കെട്ടുകളിൽ നിന്ന് തെച്ചിപ്പൂക്കൾ പറിച്ചെടുത്ത് അതിൻ്റെ ഞെട്ട് ഊരിയെടുത്ത് അതിനുള്ളിലെ കുഞ്ഞു തുള്ളി തേൻ നുണഞ്ഞു നടക്കുന്ന ആ കുട്ടിക്കാലം ഏതൊരു മലയാളിക്കും മറക്കാനാവാത്തതാണ്. ഇന്നത്തെ കാലത്ത് അന്യസംസ്ഥാന പൂക്കളെ ആശ്രയിച്ച് നമ്മൾ പൂക്കളമിടുമ്പോൾ സ്വന്തം തൊടിയിൽ അനായാസം വളരുന്ന യാതൊരു പരിപാലനവും ആവശ്യമില്ലാത്ത നമ്മുടെ നാടൻ തെച്ചിപ്പൂക്കളുടെ മാറ്റ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതെ, അനിഴം നാളിൽ പൂക്കളത്തിന് മാറ്റുകൂട്ടുന്ന തെച്ചിപ്പൂവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെയും ദൈവികമായ എളിമയെയുമാണ്. ഈ ഓണക്കാലത്ത് നിങ്ങളുടെ പൂക്കളത്തിൽ കുലകുലയായി തിളങ്ങുന്ന തെച്ചിപ്പൂക്കൾ വയ്ക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ബാല്യകാല തെച്ചിപ്പൂ ഓർമ്മകൾ താഴെ കമൻറ്റിൽ പങ്കുവയ്ക്കുമല്ലോ. കൂടുതൽ നല്ല സാംസ്കാരിക വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.